ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മുടെ ജീവിതത്തിൽ വളരെ സുപരിചിതമായ ഒരു വാക്കാണ് ബറക്കത്ത് എന്നുള്ളത്. ബറക്കത്ത് എന്നതിന് കേവല പദപരിഭാഷ എന്നതിനപ്പുറം ഒരു അനുഭവമായി ഓരോരുത്തരും അതിന്റെ ഒരു വ്യാഖ്യാനം മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ബറക്കത്ത് ഒരു അനുഭവമാണ്. ബറക്കത്ത് ആപേക്ഷികമാണ്. ഇസ്ലാമിക വിശ്വാസ സങ്കല്പങ്ങളിലെ ഒരു പ്രധാന കാര്യമാണ് ബറക്കത്ത് എന്നുള്ളത്. ബറക്കത്ത് നേടിയെടുക്കുക, കരസ്ഥമാക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും ആവശ്യമാണ്. ബറക്കത്തിന് വേണ്ടി അവൻ പ്രാർത്ഥിക്കാൻ പറയൽ മാത്രമല്ല, ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിൽ ബറക്കത്തുള്ള സമയം നോക്കി, ബറക്കത്തുള്ള സ്ഥലം നോക്കി, ബറക്കത്തുള്ള ആളെ കൊണ്ട് തുടങ്ങുക എന്നതൊക്കെ സാധാരണ ജീവിതത്തിൽ ഉള്ളതാണ്. ബറക്കത്ത് കരസ്ഥമാക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ അതിന് സംബന്ധമായിട്ട് പരിശുദ്ധ ഖുർആനിലും ഹദീസിലും എന്തെങ്കിലും തെളിവുകളോ പിൻബലങ്ങളോ ഉണ്ടോ? സംശയിക്കേണ്ട, ഉറപ്പായിട്ടുമുണ്ട്. ഖുർആനും ഹദീസും ഇജ്മാഉം കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് ബറക്കത്ത് എന്നുള്ളത്. അള്ളാഹുവിന്റെ ഖുർആനിൽ എത്ര ആയത്തുകളാ ബറക്കത്തുമായി ബന്ധപ്പെട്ട്. ചില സ്ഥലങ്ങൾക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ, ചില പേരുകൾക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ, അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് ബറക്കത്തുണ്ടെന്ന് പറയാൻ, അങ്ങനെ പലതിനും ബറക്കത്തുണ്ടെന്ന് പറയാൻ വേണ്ടി ഖുർആൻ വ്യത്യസ്തങ്ങളായ എത്രയോ ഡസൻ കണക്കിന് ആയത്തുകളാണ് പറയുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആനിൽ നമ്മൾ വളരെ സുപരിചിതമായി കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. സൂറത്തുൽ മുൽക്കിന്റെ തുടക്കമാണ്. അള്ളാഹു ബറക്കത്ത് അധികരിച്ചവനാണ് എന്ന ഒരു അർത്ഥമാണ് അതിലൂടെ നാം കാണുന്നത്. ബറക്കത്ത് അള്ളാഹുവിലേക്ക് ചേർത്തുകൊണ്ട്. അതുപോലെ തന്നെ പിന്നെയും കാണാലോ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്ത് മറിയമിന്റെ ആയത്ത്. സയ്യിദുനാ ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു ബറക്കത്തുള്ള മനുഷ്യനാണെന്ന് ഈസാ നബി തന്നെ പറയുന്നത് ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. ഖുർആനിൽ ഒരു ആയത്ത്, സൂറത്ത് മറിയമിന്റെ ആയത്ത്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൊട്ടിൽ പ്രായത്തിലെ സംസാരത്തെ സൂചിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ സംസാരിച്ചല്ലോ. ഖാല ഇന്നി അബ്ദുല്ലാഹി ആതാനിയൽ കിതാബ വജഅലനി നബിയ്യ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ. ഞാൻ എവിടെയാണെങ്കിലും അവിടെ ഞാൻ ബറക്കത്തുള്ള മനുഷ്യനാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു. ഞാൻ എവിടെയാണോ അവിടെയൊക്കെ ബറക്കത്തുള്ള ഒരു മനുഷ്യനായിരിക്കും ഞാൻ. ഇതെന്നെ അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള ഒരു ഭാഗ്യമാണ്, എന്നിലുള്ള നിയോഗം അങ്ങനെയാണെന്ന് സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം. അപ്പൊ ഈസാ നബിക്ക് ബറക്കത്തുണ്ട്. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ബറക്കത്ത് പറയാൻ എത്രയോ ആയത്തുകളാ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഖുർആന്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് ബറക്കത്തുള്ള ഒരു രാത്രിയിലാണ്. അപ്പൊ ബറക്കത്ത് ഉണ്ട് അല്ലേ? ഹദീസിലും ധാരാളം തെളിവുകളുണ്ട്. എന്താ ബറക്കത്ത് എന്ന് പറഞ്ഞ? മഹാന്മാരായ അയിമ്മത്ത് അതിന് കൊടുക്കുന്ന വ്യാഖ്യാനം അൽ ബറക്കത്തു അസിയാദത്തു വന്നമ. ഒരു പുരോഗതിയും വർധനവും വളർച്ചയും ഒക്കെയാണ് ബറക്കത്ത് എന്ന് പറഞ്ഞ. ഐശ്വര്യം എന്നും പറയാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അന്നൽ ബറക്കത്ത് സിറുൻ ഇലാഹിയുൻ. അതൊരു ഇലാഹി രഹസ്യമാണ് ബറക്കത്ത്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും അനുഭവിക്കാൻ പറ്റുന്ന ഒരു പ്രത്യേകമായ രഹസ്യമായ ഒരു സന്തോഷമാണ് ബറക്കത്ത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ബറക്കത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞല്ലോ. ഈ ബറക്കത്തിന്റെ ഇല്ലായ്മയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് നഹസ് എന്നുള്ളത്. ബറക്കത്തിന്റെ എതിരിലാണ് വരുന്നത്. അതായത് ബറക്കത്ത് എന്നുള്ളത് വിജയം എന്ന അടിസ്ഥാനത്തിലാണെങ്കിൽ വിജയം കുറവ്, അതുപോലെ തന്നെ ഐശ്വര്യം കുറവ് എന്ന് പറയാൻ പറ്റുന്ന മറ്റൊരു പ്രയോഗവും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നെഹസ് ഉള്ള ദിവസം എന്നൊക്കെ പറയാറുണ്ട്. ഈ നെഹസ് എന്ന ആശയം നമ്മുടെ ജീവിതവുമായി വളരെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഇത് ശരിക്കും അടിസ്ഥാനമുള്ള കാര്യമാണ്. ഏത്? നെഹസ് എന്നുള്ളത് അടിസ്ഥാനമുള്ളതാണ്. നെഹസുണ്ടോ എന്ന് നോക്കാറുണ്ട് ചില കാര്യങ്ങൾക്ക്. ആ ദിവസം ആ കാര്യം ചെയ്യാൻ നെഹസുള്ള ദിവസമാണോ എന്ന് അന്വേഷിക്കാറുണ്ട്. എന്തിനാണ് അതിനെ കണ്ണടച്ച് വിമർശിക്കുന്നത്? അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നെഹസിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. അള്ളാഹുവിന്റെ ഖുർആനിൽ പലയിടങ്ങളിൽ ഈ നെഹസിനെ കുറിച്ച് പറയുന്നുണ്ട്. നെഹസുള്ള ദിവസം എന്ന് തന്നെ പറയുന്നുണ്ട്. ചിലര് പറയും ദിവസങ്ങളും സമയങ്ങളും ഒക്കെ അള്ളാഹു പടച്ചതല്ലേ, അതിനിങ്ങനെ പ്രത്യേകത ഉണ്ടല്ലോ. ഒരു വർഷത്തെ 12 മാസം എന്ന സമയ സംവിധാനം അള്ളാഹു നമ്മോട് പറയുന്നുണ്ട്. സൂറത്ത് തൗബ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്.
ഈ പ്രപഞ്ചം പടച്ച അന്ന് മുതൽക്ക് സമയ സംവിധാനം 1 വർഷം 12 മാസം എന്ന കണക്കാണ് അള്ളാഹു വെച്ചിരിക്കുന്നതെന്ന് ഖുർആൻ. അപ്പൊ എല്ലാ സമയങ്ങളും ഒരുപോലെയാണെന്ന് അപ്പൊ പറഞ്ഞില്ല അള്ളാഹു പിന്നെ എങ്ങനെയാ പറഞ്ഞത്? മിൻഹ അർബഅത്തുൻ ഹുറും. ഈ 12 മാസങ്ങളിൽ 4 മാസം പവിത്രമാണ്, അനുഗ്രഹീതമാണ്, ബറക്കത്തുള്ളതാണ്. പ്രത്യേകം അള്ളാഹു എടുത്തു പറഞ്ഞു. ആ 4 മാസം ഈ 12 മാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു, അനുഗ്രഹീതമാണ്, ആദരണീയമാണ്. അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ തന്നെ സമയങ്ങളിൽ ചിലതിന് പ്രത്യേകത ഉണ്ടെന്ന് പറയുന്നുണ്ട്. മഹാനായ ഇമാം ആലൂസി അവിടുത്തെ റൂഹുൽ മആനി സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യം പറയുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അല്ലയ്യാമു കുല്ലുഹാ ലില്ലാഹി തആല, സമയം മുഴുവനും കാലം മുഴുവനും അള്ളാഹുവിൻ്റെതാണ്. പക്ഷേ ലകിന്നഹു സുബ്ഹാനഹു വ തആല ഖലഖ ബഅലഹാ നുഹൂസ, ചില സമയങ്ങളെ അള്ളാഹു നെഹസുള്ള സമയമായി പടച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബഅലഹാ സുഊദ, ചില സമയങ്ങളെ അള്ളാഹു വിജയത്തിന്റെ സമയമായി, നല്ല സമയമായിരിക്കും അത് തുടങ്ങിയ നല്ല രാശിയൊത്ത സമയമാണ്. ഈ രീതിയിൽ അള്ളാഹു ദിവസങ്ങളെ പടച്ചിട്ടുണ്ട്, സമയങ്ങളെ പടച്ചിട്ടുണ്ട് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഞാൻ പറഞ്ഞതല്ല. തഫ്സീർ റൂഹുൽ മആനിയിൽ സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ചരിത്രത്തിൽ അനുഗ്രഹീതമായ പല വിജയങ്ങളും കൊയ്തെടുത്ത ദിവസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടല്ലോ. ഈ 7 ദിവസത്തിൽ ചില ദിവസം ചിലതിന് പറ്റൂല, ചില ദിവസം നല്ലോണം പറ്റും. ഒരു കാര്യം തുടങ്ങാനൊക്കെ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ച ദിവസമാണ്. ഒരുപാട് കാര്യങ്ങൾ തിങ്കളാഴ്ചയുടെ മഹത്വം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചൊവ്വാഴ്ച എന്നത് ഒരു ഭീകരമായ അവസ്ഥയിൽ എല്ലാവരും കാണുന്ന ഒരു ദിവസമാണ്, ഒരു പേടിപ്പെടുത്തുന്ന ദിവസം. യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ്. പേടിക്കപ്പെടുന്നതും വെറുക്കപ്പെടുന്നതും അനിഷ്ടകരമായ പലതും സംഭവിച്ചിട്ടുള്ള ചൊവ്വാഴ്ചയാണ് എന്ന ചരിത്ര പാരമ്പര്യം തന്നെ, ഒരു ചരിത്ര മാല തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഏതായാലും നമുക്ക് അതിലേക്ക് കടന്നു വരാം. പരിശുദ്ധമായ ബദറിന്റെ വിജയം ഉണ്ടായിട്ടുള്ളത് തിങ്കളാഴ്ച ദിവസമാണ്. സൂറത്തുൽ അൻഫാലിന്റെ വ്യാഖ്യാനത്തിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം തൊബറാനി അവിടുത്തെ അൽ മുഅ്ജമുൽ കബീറിൽ ഒരു ഹദീസ് പറയുന്നത് കണ്ടോ, തിങ്കളാഴ്ചയുടെ മഹത്വം. ബദർ വിജയിച്ചു എന്ന് മാത്രമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഉലിദ നബിയുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൽ ഇത്നൈൻ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പിറവി തിങ്കളാഴ്ചയാണ്. വയൗമൽ ഇത്നൈനി ഖറജ മിൻ മക്ക, മക്കയിൽ നിന്നും ഹിജറ എന്ന് പറയുന്ന പുണ്യകർമ്മത്തിന് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുന്നത് തിങ്കളാഴ്ചയാണ്. നല്ല യാത്ര തുടങ്ങാൻ പറ്റിയ ദിവസം തിങ്കളാഴ്ച. ഒരു ഇടത്ത് പോയി ചെന്ന് കേറണം, ഒരു വീട് പാർക്കലായിക്കോട്ടെ. മദീന, പരിശുദ്ധ മദീനയിലേക്ക് റസൂലുള്ളാഹി പ്രവേശിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഇത്നൈൻ, അത് തിങ്കളാഴ്ചയാണ്. മാത്രവുമല്ല ബദർ കീഴടക്കിയത്, ബദറിന്റെ വിജയം തിങ്കളാഴ്ചയാണ്. അള്ളാഹുവിന്റെ ദീൻ പൂർണ്ണമായി എന്ന സന്തോഷ വാർത്ത പറയുന്ന സൂറത്തുൽ മാഇദയുടെ 3-ാമത്തെ ആയത്ത് അവതരിച്ചത് തിങ്കളാഴ്ചയാണ്. മാത്രവുമല്ല പരിശുദ്ധമായ കഅബ ശരീഫിൽ ഹജറുൽ അസ്വദ് സ്ഥാപിക്കപ്പെടുന്നതും തിങ്കളാഴ്ചയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് യാത്ര പറയുന്നതും തിങ്കളാഴ്ചയാണ്. തൊബറാനി മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് പറയുന്നുണ്ട്. അപ്പൊ തിങ്കളാഴ്ചക്ക് ഒരു മഹത്വമുണ്ട്, കുറെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ദിവസമാണ്. ഇനി അത് വേറെ അന്വേഷിക്കേണ്ട, തിങ്കളാഴ്ചയാണോ ചെയ്തോളൂ. ഇനി കണ്ടോളൂ മറ്റൊരു ഹദീസ്, സ്വഹീഹ് മുസ്ലിം, അൻ നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല അഖദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിയദി, അബൂ ഹുറൈറ തങ്ങൾ പറയാ, റസൂൽ തന്റെ കൈക്ക് പിടിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് എന്നോട് പറഞ്ഞു, മോനെ, ഖലഖല്ലാഹു അസ്സ വജല്ല തുർബത യൗമസ് സബ്തി, ഈ ഭൂമിയിൽ അല്ലാഹു മണ്ണിനെ പടച്ചത് ശനിയാഴ്ചയാണ്. മണ്ണിനെ പടച്ചത് ശനിയാഴ്ചയാണ്. ശനിയാഴ്ചയുടെ പ്രത്യേകതകളൊക്കെ പറയുന്നുണ്ട് താഴെ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ അല്ലാഹു പർവ്വതത്തെ സൃഷ്ടിച്ചത് ഞായറാഴ്ചയാണ്. അല്ലാഹു തആല ഈ ഭൂമിയിലെ ചെടികളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ചത് അത് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് കൃഷി തുടങ്ങാനും വല്ലതൊക്കെ വെച്ചുപിടിപ്പിക്കാനും, വല്ല മാവും തൈയൊക്കെ വെച്ചുപിടിപ്പിക്കാൻ, തെങ്ങ് തൈ വെച്ചുപിടിപ്പിക്കാൻ നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. അനിഷ്ടകരമായ വിഷമകരമായ കാര്യങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടായത് യൗമസ്സലാസ, അത് ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ദിവസത്തിന് ഒരു അശുഭമായ ഒരു പരിഗണന ചരിത്രത്തിലുണ്ട്. ഇത് ഹദീസാണ്, സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. മാത്രവുമല്ല പ്രകാശത്തെ അള്ളാഹു പടച്ചത് അത് ബുധനാഴ്ചയാണ്.
പ്രകാശം എന്നുള്ളിടത്ത് അറിവ് പ്രകാശമാണ്, ഇൽമ് പ്രകാശമാണ്. പഠിക്കാൻ കൊണ്ടുപോവാനും അതുപോലെ തന്നെ ഓത്തിനിരുത്താനും ഒക്കെ നല്ലത് ബുധനാഴ്ചയാണ്. മാത്രവുമല്ല ഭൂമിയിൽ അല്ലാഹു വിതറിയ ദവാബ യൗമുൽ ഖമീസ്, മറ്റു ജീവജാലങ്ങളെ ഈ ഭൂമിയിൽ അല്ലാഹു നിറച്ചത് അത് വ്യാഴാഴ്ചയാണ്. ആദം അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചത് വെള്ളിയാഴ്ചയാണ്. ഇങ്ങനെ സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. അപ്പോ ഈ രീതിയിൽ നമ്മുടെ മുന്നിൽ ദിവസങ്ങൾക്കും സമയങ്ങൾക്കും അവയുടെ ബറക്കത്തിൽ ഏറ്റ വ്യത്യാസമുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന ഡസൻ കണക്കിന് ഉദ്ധരണികൾ, പ്രമാണവചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ മലക്കുകളെ അല്ലാഹു തആല, ഇമാം തുബരി അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ഇന്നല്ലാഹ ഖലഖൽ മലായികത യൗമൽ അർബിഅ. അല്ലാഹു തആല ബുധനാഴ്ചയാണ് മലക്കുകളെ പടച്ചത്, വ്യാഴാഴ്ചയാണ് ജിന്നുകളെ പടച്ചത്, വെള്ളിയാഴ്ചയാണ് ആദം നബിയെ മനുഷ്യനെ പടച്ചത് എന്നും കാണാൻ കഴിയും. അപ്പൊ ഈ രീതിയിൽ നമ്മുടെ മുന്നിൽ ദിവസങ്ങളുടെ പ്രാധാന്യവും അവയുടെ ബറക്കത്തിന്റെ ഏറ്റ വ്യത്യാസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി നോക്കിക്കോളൂ, നഹസ് എന്ന് പറയുന്ന സംഭവം ഖുർആനിലുള്ളതാണ്. ഖുർആൻ നഹസുള്ള ദിവസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദിവസങ്ങൾ നഹസായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فأرسلنا عليهم ريحا صرصرا في أيام نحسات لنذيقهم عذاب الخزي في الحياة الدنيا ولعذاب الآخرة أخزى وهم لا ينصرون. ആദ് സമൂഹത്തിന്റെ നാശം ഖുർആൻ പറയുന്നു. ആദ് സമൂഹം ലോകത്ത് നശിച്ചത് അവർക്ക് അല്ലാഹു അദാബ് ഇറക്കിയത് 7 രാത്രിയിലും 8 പകലിലുമായി തുടരെ വന്നിട്ടുള്ള, മാറി മാറി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ശക്തമായ ചൂടും തണുപ്പും മാറി മാറി വരുന്ന തുടർച്ചയായ ഒരാഴ്ച നീണ്ടു നിന്ന കാറ്റടിച്ച് വീശിയപ്പോഴാണ് ആ കാലാവസ്ഥയിൽ ആരോഗ്യം കൊണ്ട് പിടിച്ചെക്കാൻ കഴിയാതെയാണ് ആദ് സമൂഹം നശിച്ചത്. ഈ 7 ദിവസങ്ങളെ ഖുർആൻ പറയുന്നുണ്ട്, ഫഅർസൽനാ അലൈഹിം റീഹൻ സർസറൻ, തുടരെയുള്ള കാറ്റ് നാം അവർക്ക് നേരെ പറഞ്ഞയച്ചു. ഫീ അയ്യാമിൻ നഹിസാത്തിൻ, നഹസുള്ള ദിവസങ്ങളിൽ. അപ്പൊ ദിവസങ്ങളിൽ നഹസുള്ള ദിവസം ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി കണ്ടോളൂ, നഹ്സ് എന്ന് പറഞ്ഞാൽ മറക്കരുത്, ബറക്കത്ത് കുറവ് എന്നാണ് അതിനർത്ഥമുള്ളൂ. അന്ന് എന്തെങ്കിലും സംഭവിച്ചു വെച്ചാൽ ആകെ നശിച്ചു പോകുന്നൊന്നുമില്ല, ബറക്കത്ത് കുറവായിരിക്കും എന്നതാണ്. അത് നമ്മുടെ മഹാന്മാരായ അയിമ്മത്ത് അത് പിന്തുടർന്ന് പോന്നിട്ടുണ്ട്. മുസ്ലിം ലോകം അത് അംഗീകരിച്ചതാണ്. പിന്നെയും കാണാം ഖുർആനിലെ സൂറത്തുൽ ഖമറിന്റെ 18ഉം 19ഉം ആയത്ത് നഹ്സുള്ള ദിവസം ഭൂമിയിൽ ഉണ്ടെന്ന് തന്നെ പറയുന്നത്. كذبت عاد فكيف كان عذابي ونذر إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر في يوم نحس مستمر. യൗമ നഹ്സ്, നഹസിന്റെ ദിവസം. ഈ ആദ് സമൂഹത്തിന്റെ ചരിത്രം മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, നഹസിന്റെ ദിവസം. അപ്പൊ ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ട് ഭൂമിയിലെ ചില ദിവസങ്ങൾക്ക് നഹസ് ഉണ്ട് എന്ന്. എന്നാൽ നമുക്കത് ഇടയ്ക്കൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എളുപ്പം പഠിച്ചു വെക്കാൻ പറ്റിയ ചില നഹസുള്ള ദിവസങ്ങൾ റസൂൽ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹയാത്തുൽ ഹയവാൻ എന്ന് പറയുന്ന ഒരു കിതാബുണ്ട്. അതിൽ കാണാം, ഒരു വർഷത്തിൽ 12 മാസം ഉണ്ടല്ലോ, ഓരോ മാസത്തിലും ഓരോ ദിവസം നമ്മളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ തുടങ്ങാതിരിക്കുക നഹസുള്ള ദിവസമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹയാത്തുൽ ഹയവാൻ പോലെയുള്ള കിതാബുകൾ ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അൻ അഹ്മദ് ബിൻ യഹ്യ മർഫൂഅൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറയുന്നു, ഒരു കൊല്ലത്തിൽ 12 ദിവസങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ. ആ 12 ദിവസങ്ങൾക്ക് നഹ്സുണ്ട്. ഏതുവരെ അതിന്റെ അപകടം എത്തുമെന്നറിയുമോ? ചിലപ്പോൾ അത് സാമ്പത്തിക നഷ്ടം കൊണ്ടുവന്നേക്കാം. അതുപോലെ തന്നെ മാനനഷ്ടവും കൊണ്ടുവന്നേക്കാം. മാനനഷ്ടവും സംഭവിക്കാൻ, സാമ്പത്തിക നഷ്ടവും സംഭവിക്കാൻ സാധ്യതയുണ്ട്. വർഷത്തിൽ ആ 12 ദിവസങ്ങൾ, ഓരോ മാസവും ഓരോ ദിവസം എന്ന കണക്കിൽ 12 മാസത്തിൽ ഓരോ മാസത്തിലും ഓരോ ദിവസം എന്ന കണക്കിൽ ഒരു വർഷം 12 ദിവസമുണ്ട്. ആ 12 ദിവസം നിങ്ങൾ സൂക്ഷിക്കണം. മാനനഷ്ടം, സാമ്പത്തിക നഷ്ടം സാധ്യത. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബികൾ ചോദിച്ചു,
ഈ മാഹിയ യാ റസൂലുള്ളാഹ്, നബി ആ ദിവസങ്ങൾ ഏതൊക്കെയാ? അവിടുന്ന് പറഞ്ഞു മുഹറം 12. ഞാൻ പെട്ടെന്ന് പറയാം, ഒരുപാട് പറയാനുണ്ട് ഈ വിഷയം താഴേക്ക്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. ഒന്ന് മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, റമളാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ 18, ദുൽഹിജ്ജ 8. ഈ 12 ദിവസങ്ങൾ ഒന്നുകൂടി പറയാം. മുഹറം 12, സഫർ 10, റബീഉൽ അവ്വൽ 4, റബീഉൽ ആഖിർ 18, ജമാദുൽ ഊല 18, ജമാദുൽ ആഖിർ 12, റജബ് 12, ശഅബാൻ 16, റമളാൻ 14, ശവ്വാൽ 2, ദുൽഖഅദ 18, ദുൽഹിജ്ജ 8. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഹയാത്തുൽ ഹയവാനിൽ ഈ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ബർക്കത്ത് കുറഞ്ഞ ഒരു സമയത്തെ കുറിച്ച് സൂചിപ്പിക്കുന്ന പ്രയോഗമാണ് നഹ്സ് എന്ന്. ബർക്കത്ത് കുറവാന്നാ പറഞ്ഞിട്ടുള്ളൂ. ആ ദിവസം നമുക്ക് ജീവിക്കണം. നിർവാഹമില്ലാതെ കാര്യങ്ങൾ നടന്നു പോയാൽ നടക്കട്ടെ, അള്ളാഹുവോട് ബർക്കത്ത് ചോദിക്കാം, ദുആ ചെയ്ത് ചോദിക്കാം. മനഃപൂർവ്വം കരുതി കൂട്ടി അത്തരം ദിവസങ്ങൾ തെരഞ്ഞെടുക്കല്ലേ എന്നതാണ് ഇതിന്റെ സന്ദേശം. മുഹറം 12 ഇന്ന്. മുഹറം 12 നഹ്സുള്ള ദിവസം, ഇന്നത്തെ ദിവസം. ഇത് ഒരു ഓർമ്മയിൽ വെക്കണം. നമുക്ക് നഹ്സ് കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാവാറുണ്ട്. ചരിത്രത്തിൽ ഒരുപാട് അങ്ങനെ ഉണ്ട്. എന്നാൽ നഹ്സ് നോക്കിയാൽ, നഹ്സ് ഒഴിവാക്കിയിട്ട് നല്ല സമയം സുഊദ് നോക്കിയിട്ട്, നഹ്സിന്റെ ഓപ്പോസിറ്റ് വിജയം നോക്കിയിട്ട് ഒരു സമയം തീരുമാനിച്ച് നമ്മൾ ഒരു കാര്യം ചെയ്താൽ അതിൽ ബർക്കത്തുണ്ടാവും. ഇത് മഹാന്മാര് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇനി കണ്ടോളൂ, ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, നഹ്സില്ലാത്ത ഒരു സമയം നോക്കിയിട്ട്. സമയങ്ങളിൽ തന്നെ ഏറ്റ വ്യത്യാസമുണ്ട്. ഒരു ദിവസത്തിൽ എല്ലാ സമയവും ഒരുപോലെ അല്ല ബർക്കത്ത്. ചില സമയങ്ങൾക്ക് ബർക്കത്ത് കൂടുതലായിരുന്നു. ഒരു 24 മണിക്കൂർ നഹ്സില്ലാത്ത ദിവസം നോക്കാം, ആ ദിവസത്തിലെ എല്ലാ സമയത്തിനും ഒരേ ബർക്കത്തല്ല. ഹബീബ് പഠിപ്പിച്ച ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലി ഉമ്മത്തി ഫീ ബുകൂരിഹാ, എന്റെ ഉമ്മത്തിന് അതിരാവിലെയുള്ള കാര്യങ്ങളിൽ നീ പ്രത്യേകം ബർക്കത്ത് ചെയ്യണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഒരു സൈന്യത്തെ പറഞ്ഞയക്കാണെങ്കിൽ ആദ്യം തന്നെ പറഞ്ഞയക്കും, രാവിലെ തന്നെ പറഞ്ഞയക്കും. വകാന സഖറുൻ റജുലൻ താജിറൻ വകാന യബ്അസു തിജാറതഹു മിൻ അവ്വലിൻ നഹാരി ഫഅസ്റാ വകസുറ മാലുഹു. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്ന സഖറുൽ ഗാമിദി എന്ന് പറയുന്ന മഹാൻ, ആ മഹാൻ അദ്ദേഹത്തിന്റെ കച്ചവട സംഘത്തെയൊക്കെ അതിരാവിലെ പറഞ്ഞയക്കും. അതിലൊക്കെ അദ്ദേഹത്തിന് ലാഭം കൂടുതൽ കിട്ടാറുണ്ട്. അപ്പൊ സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ബറക്കത്ത് കൂടുതലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഇമാം അബൂ ദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങളും ഇമാം ഷർവാനിയും ഒക്കെ ഈ ഹദീസ് എടുത്ത് വെച്ചിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. തുഹ്ഫയിലും ഷർവാനിയിലൊക്കെ നമുക്ക് കാണാം, വയുസ്തഹബ്ബു ലിമൻ കാന ലഹു വളീഫത്തുൻ മിൻ വളായിഫിൽ ഖൈരി കഖിറാഅത്തി ഖുർആനിൻ ഔ ഹദീസിൻ ഔ ദിക്രിൻ ഔ സുനഅത്തിൻ മിൻ അസ്സനാഇ ഔ അമലി മിനൽ അഅമാലി യഫഅല ദാലിക അവ്വല നഹരി നംകനഹു. സാധ്യമാവുമെങ്കിൽ അവൻ ചെയ്യുന്ന എല്ലാ നല്ല കാര്യങ്ങൾക്കും, പഠനമാവാം, തൊഴിലാവാം, മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളാവാം, ഒരു പുതിയ സംരംഭം തുടങ്ങലാവാം, പരമാവധി സുബഹി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ അവ്വലു നഹാറിൽ തന്നെ ചെയ്യണേ. അത് ഏറ്റവും കൂടുതൽ ബർക്കത്തുള്ളതാണെന്ന് മഹാന്മാരായ അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. ഒരു വീടിന് കല്ലിടണം, എപ്പോഴാ? 12 മണിക്ക് കല്ലിടാൻ വരുന്ന മേസ്തിരിയുടെ സൗകര്യപ്രകാരം വെക്കും, അല്ലേ? അതൊന്നും വേണ്ട. നമുക്ക് രാഹു ഒന്നുമില്ല, സുബഹി കഴിഞ്ഞ ബർക്കത്താ, അപ്പ ചെയ്തോളാനാ പറഞ്ഞത്. സുബഹി കഴിഞ്ഞ ഉടനെ തന്നെ ചെയ്യാം, അത് ഏറ്റവും ബർക്കത്താ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വീടിന് കല്ലിടല്, കട്ടള വെക്കലൊക്കെ ഒരുപാട് വൈകിക്കേണ്ട. നേരത്തെ പരമാവധി സുബഹിയോട് അടുപ്പിച്ച് സുബഹി കഴിഞ്ഞ ഉടൻ തന്നെ ചെയ്യാവുന്ന രീതിയിൽ. അതുപോലെ തന്നെ ഈ വിത്തൊക്കെ നടാൻ ഏറ്റവും നല്ല സമയം സൂര്യോദയത്തിന്റെ മുമ്പാണെന്നാ. അത് നന്നായിട്ട് കിളിർക്കും, നല്ല ബർക്കത്തുണ്ടാവും അതിൽ നിന്നാ. അങ്ങനെ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്. കണ്ടോളൂ. ഇനി കാണാം, ഒരാള് യാത്ര പോവാൻ ഉദ്ദേശിച്ചുവെങ്കിൽ ഇതുപോലെ തന്നെ രാവിലെ സുബഹി കഴിഞ്ഞ് ഉടനെ പോകണം, ബർക്കത്താവും. അതുപോലെ തന്നെ ഒരു കാര്യം തുടങ്ങാൻ, നിർമ്മിക്കാൻ, ഒരു വീടാവട്ടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ,
ഉദ്ദേശിക്കുന്നുവെങ്കിലും അതിരാവിലെ തന്നെ ചെയ്യണം. അതുപോലെ തന്നെ നിക്കാഹികളാണെങ്കിലും രാവിലെ ചെയ്യണം, ബർക്കത്താണ് പരമാവധി. അതുകൊണ്ട് ളുഹറിന് മുമ്പെങ്കിലും നടക്കണം. അവ്വലുൻ നഹാർ എന്നുള്ളോടത്തില് സുബഹി കഴിഞ്ഞ ഉടനെ, സുബഹി കഴിഞ്ഞിട്ട് നിക്കാഹ് നടത്തി കൊടുത്തതായിട്ടൊന്നും ഞാൻ ഒരു പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഒരു നിക്കാഹ് സുബഹി കഴിഞ്ഞിട്ട് നടത്തിയിട്ടുണ്ട്, 1-2 വട്ടം നടത്തിയിട്ടുണ്ട്. എന്തായാലും 10-12 കൊല്ലമായി നിക്കാഹൊക്കെ നടത്തുന്നു. അപ്പൊ 1-2 നിക്കാഹുകൾ സുബഹി കഴിഞ്ഞ ഉടനെ നടത്തിയിട്ടുണ്ട്. ഒരാള് വെള്ളിയാഴ്ച ദിവസം സുബഹി കഴിഞ്ഞിട്ട് തന്നെ നടത്തണമെന്ന് പറഞ്ഞു, ബർക്കത്ത് പ്രതീക്ഷിച്ചിട്ട് എന്ന് പറഞ്ഞു ഒരു വിവരമുള്ളൊരു മനുഷ്യൻ ഒരിക്കൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ നിക്കാഹിന് വേണ്ടി അങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നിക്കാഹുകളൊക്കെ സുബഹി കഴിഞ്ഞ് നടത്താൻ ബർക്കത്ത് കൂടുതലാണ്. അതുപോലെ തന്നെയുള്ള എല്ലാ കാര്യങ്ങളും ഇമാം ഷെർവാനി ഇത് രേഖപ്പെടുത്തുന്നുണ്ട്, നിഹായ രേഖപ്പെടുത്തുന്നുണ്ട്, തുഹ്ഫ രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും ഇതേക്കുറിച്ച് ചർച്ചയുണ്ട്. ഇനി നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ഉദ്യോഗം ഏറ്റെടുത്തിട്ട് പോവാണെന്ന് വെക്കാം. ഒരു സ്ഥാപനം തുടങ്ങി ആ സ്ഥാപനത്തിൽ സ്റ്റാഫായി നമ്മൾ ജോയിൻ ചെയ്യാണ്. എന്ന് തുടങ്ങണം, എപ്പ കയറണം? വല്ലൗല ദുഹൂലുൽ ഖാദി. ഇനി ഒരു ഖാദി ആണെങ്കിൽ, ഒരു ഭരണാധികാരി ആണെങ്കിൽ പോലും അയാള് ചെന്ന് കയറേണ്ട ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ചെന്ന് കയറാ. തിങ്കളാഴ്ച എപ്പോ കയറണം? സ്വബീഹതഹു, സുബഹിയുടെ നേരത്തെ തന്നെ, അതിരാവിലെ. സുബഹി എന്ന് പറഞ്ഞാൽ സുബഹി നിസ്കരിക്കുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞതല്ല, ഒരു സുബഹിയൊക്കെ നിസ്കരിക്കാൻ പറ്റിയ ഒരു സമയമുണ്ട് അല്ലെ? അത് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ പുറത്തു വരുന്ന ഒരു സമയം, നമ്മള് ഒരു സുബഹിയൊക്കെ നിസ്കരിക്കാൻ പറ്റിയ സമയം തന്നെ, ഖളാ ആകുന്നതിന് മുമ്പുള്ള ഒരു സമയം, ജമാഅത്തൊക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സുബഹി നിസ്കാരം കഴിഞ്ഞ ശേഷമുള്ള ആ ഒരു സമയം ഉണ്ടല്ലോ, പ്രഭാതത്തിന്റെ ആദ്യ സന്ദർഭം. ആ സമയത്ത് ആണ് ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ആ തട്ടകത്തിൽ അദ്ദേഹം തുടക്കം കുറിക്കേണ്ടത്. അങ്ങനെയാണ്. കാരണമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഖലൽ മദീനത ഫീഹി, ആ നേരത്താണ് റസൂലുള്ളാഹി സുബഹിയുടെ നേരത്താണ് മദീനയിലെത്തിയത്. തിങ്കളാഴ്ച ദിവസമാണ് മദീനയിലെത്തിയത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തിങ്കളാഴ്ച ദിവസമാണ് മദീനയിലെത്തിയത്, രാവിലെ തന്നെ എത്തി എന്നതാണ് ചരിത്രത്തിന്റെ പ്രധാന അഭിപ്രായം. ഇനി ഒരാൾക്ക് തിങ്കളാഴ്ച പ്രയാസാണെങ്കിൽ ഫൽ ഖമീസ്, വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാം. വ്യാഴാഴ്ചയും പ്രയാസാണെങ്കിൽ പുതിയൊരു സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യാൻ പിന്നെ ശനിയാഴ്ച തിരഞ്ഞെടുക്കാം. അപ്പൊ നമ്മൾ ഈ പറഞ്ഞതിൽ നിന്നും ചില കാര്യങ്ങൾ ചെയ്യാൻ ചില ദിവസങ്ങളും സമയങ്ങളും പുണ്യമാണെന്ന് വ്യക്തമായി. അപ്പൊ അതിന്റെ ബർക്കത്തും ഐശ്വര്യവും ഉണ്ട് എന്ന് വ്യക്തമായി. ഇനി ഞാൻ നെഹസുള്ള ദിവസങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. നെഹസുള്ള 12 ദിവസങ്ങൾ ഒരു വർഷം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ആദ്യം പറഞ്ഞു തന്നു. ഇനി പ്രത്യേകം ചില കാര്യങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഹദീസുകളിൽ ചർച്ച ചെയ്തിട്ടുള്ള നെഹസുള്ള ദിവസങ്ങൾ പെട്ടെന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യം തന്നെ പറയാം, ചൊവ്വാഴ്ച നെഹസ് ഉള്ള ദിവസമാണ്. ചൊവ്വാഴ്ച എന്നത് ഒരു അപകടം പിടിച്ച ദിവസമാണ്. ബുധനാഴ്ചയും അങ്ങനെ തന്നെയാണെങ്കിലും ചില കാര്യങ്ങളിലേ ഉള്ളൂ, എല്ലാ കാര്യത്തിലും ഇല്ല. ചില കാര്യങ്ങൾക്ക് ബുധനാഴ്ച വളരെ ബെറ്റർ ആണ്. ബുധനാഴ്ച ആരംഭിക്കുന്ന കാര്യം എന്തോ അത് പൂർണ്ണമാകുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പക്ഷെ ബുധനാഴ്ച ആരംഭിക്കേണ്ട കാര്യങ്ങൾ എങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം എന്നറിയോ? പഠനം. ബുധനാഴ്ച തുടങ്ങിയ പഠനം പൂർണ്ണമാകും. പക്ഷെ ഈ ബുധനാഴ്ചത്തെ തുടക്കം അറ്റമില്ലാത്ത കാര്യങ്ങൾക്ക് പഠനം ഒരാളുടെ ജീവിതത്തിൽ അവസാനിക്കാൻ പാടില്ല. പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ കച്ചവടം, അത് ബുധനാഴ്ച തുടങ്ങാൻ പറ്റിയ ദിവസം. കാരണം എന്താ വെച്ചാൽ അത് അറ്റമില്ലാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം, എല്ലാ ദിവസവും കച്ചവടം ഉണ്ടാവണം. നേരെ മറിച്ച് വീട് പണി ബുധനാഴ്ച തുടങ്ങി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം അത് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരുന്നാൽ പറ്റില്ല. വീട് പണിത് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് കയറി പാർക്കാൻ. അപ്പൊ പരമാവധി ബുധനാഴ്ച ആവാതിരിക്കുക, തുടക്കം അങ്ങനെ ആവാതിരിക്കുക. ഇതൊക്കെ ബർക്കത്ത് കുറയാ കൂടാ എന്നൊരു ആപേക്ഷികതയെ മാത്രമാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഇനി എവിടെയല്ലോ ബുധനാഴ്ച വീട് പണി കഴിഞ്ഞു തുടങ്ങി അത് തീർന്നു എന്ന് പറഞ്ഞാൽ അത് ഇതിന് വിരുദ്ധമായി വന്നാലൊന്നും നമ്മളത് എന്താ പറയാ, അതൊക്കെ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. ഏതായാലും നമ്മുടെ മതത്തിൽ ബറക്കത്തുള്ള ഒരു സമയം തേടുക എന്ന സംവിധാനം ഉള്ളതാണ്. അതിനെ സംബന്ധമായിട്ട് നാം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബുധനാഴ്ച ആരംഭിക്കുന്ന കാര്യങ്ങൾക്ക് അറ്റമില്ലാതെ ഒരു തുടർച്ച അതിൽ പ്രതീക്ഷിക്കണം. അങ്ങനത്തെ കാര്യങ്ങൾ, ഉദാഹരണം പഠനം, കച്ചവടം പോലെയുള്ളതാണ് ബുധനാഴ്ച. ഇനി ബുധനാഴ്ചയിലെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ മാസവും, അറബി മാസത്തിലെ എല്ലാ അവസാനത്തെ ബുധനാഴ്ചയും നെഹസുള്ള ദിവസമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറു അർബിഅ ഫി ശഹരി യൗമുൻ നെഹ്സിൻ മുസ്തമിർ എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
സ്ഥിരമായി എല്ലാ മാസത്തിന്റെയും അറബി മാസത്തിന്റെ എല്ലാ അവസാനത്തെ ബുധനാഴ്ചയും നഹ്സ് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൽ ഖമറിന്റെ വ്യാഖ്യാനം പറയുന്നിടത്ത് ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി കണ്ടോളൂ സുദീർഘമായ മറ്റൊരു തഫ്സീർ, സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനം ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി തങ്ങൾ രേഖപ്പെടുത്തുന്നത് കണ്ടോ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരിക്കൽ ചോദിച്ചു, അൻ യൗമിസ് സബ്തി, ശനിയാഴ്ച ദിവസത്തെ കുറിച്ച് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു, യൗമും മക്രിം വഖദഅ, ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ അതൊരു വഞ്ചനയുടെ ദിവസമാണ്. ശനിയാഴ്ചയെ കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചു, പറഞ്ഞു ശനിയാഴ്ച വഞ്ചനയുടെ ദിവസമാണ്, നല്ല ദിവസമല്ല. ലിഅന്നഹു അൽ-യൗമുൽ ലദി ഇജ്തമഅത് ഫീഹി ഖുറൈശുൻ ഫീ ദാരിൻ നദ്വതി ലിൽ ഇസ്തിശാറതി ഫീ അംരിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ശനിയാഴ്ച എന്നത് ഒരു വഞ്ചനയുടെയും ഒരു ചതിപ്രയോഗത്തിന്റെ ദിവസമാണ്. കാരണം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്ത് ചെയ്യണം എന്ന് ബദറിലെ നബി തങ്ങളുടെ ഹിജറയ്ക്ക് മുമ്പ് നബിയെ കൊല്ലണം എന്ന് തീരുമാനിക്കാൻ വേണ്ടി മുഷാവറ കൂടിയത് ശനിയാഴ്ച ദിവസമാണ്. അത് വഞ്ചനയുടെ ദിവസമാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ശനിയാഴ്ച ഒഴിവാക്കാം. അപ്പൊ സഹാബി ചോദിച്ചു, നബിയേ ഞായറാഴ്ചയെ കുറിച്ച് പറഞ്ഞു തരുമോ? ഫഖാല യൗമു ഗർസിൻ വഇമാറ, എന്തെങ്കിലും കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. അല്ലാഹു തആല അവന്റെ സൃഷ്ടിപ്പുകളും പരിപാലനങ്ങളും ഒക്കെ തുടങ്ങിയത് ഞായറാഴ്ചയാണ്. അപ്പൊ ചോദിച്ചു, നബിയെ തിങ്കളാഴ്ചയെ കുറിച്ച് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ അത് കച്ചവടത്തിന്റെ ദിവസമാണ്, യാത്രയുടെ ദിവസമാണ്. കാരണം മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഈ തിങ്കളാഴ്ചയിൽ തുടങ്ങും. മഹാനവറുകളുടെ ലാഭം നല്ല ലാഭമായി വരികയും ചെയ്യും. അപ്പോൾ ഒരാൾ ചോദിച്ചു, നബിയെ എന്നാൽ ചൊവ്വാഴ്ചയെ കുറിച്ച് പറഞ്ഞു തരുമോ? റസൂലുള്ളാഹി പറഞ്ഞു, യൗമുദമിൻ, അത് രക്തത്തിന്റെ ദിവസമാണ്, രക്തദിവസമാണ്, രക്തദിവസം, ചോരയുടെ ദിവസം. കാരണം ലിഅന്ന ഫീഹി ഹാലത്ത് ഹവ്വാ, ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് മെൻസസ് ഉണ്ടായത് ചൊവ്വാഴ്ചയാണ്, രക്തം പൊടിഞ്ഞ ദിവസം. മാത്രവുമല്ല വഖതല ഇബ്നു ആദമ ഖാഹു, ഖാബീൽ ഹാബീലിനെ കൊന്ന് ഭൂമിയിൽ ചോര പൊടിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഫീഹി, ഈ ചൊവ്വാഴ്ച തന്നെയാണ് കുത്തില ജർജീസ്, ജർജീസ് എന്ന് പറയുന്ന ഇസ്രായേലിലെ ഒരു മഹാനായ പ്രവാചകനെ കൊന്നത് ഈ ദിവസമാണ്. സക്കരിയ നബിയെയും യഹ്യാ നബിയെയും. മാത്രവുമല്ല ഫിറഔന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഉറക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിളിച്ചു പറഞ്ഞ മഹാന്മാരായ സഹിറത്ത് എന്ന് പറയുന്ന അന്നത്തെ ആ സാഹിര്യങ്ങളായി വന്നിട്ടുള്ള ആ മഹാന്മാരെയും കൊല്ലപ്പെട്ടത് അത് ചൊവ്വാഴ്ചയാണ്. മാത്രവുമല്ല ആസിയ റളിയല്ലാഹു അൻഹയെ കൊന്നത് ചൊവ്വാഴ്ചയാണ്. മാത്രവുമല്ല ഇസ്രായേലി സമൂഹത്തിലെ പശുക്കുട്ടിയെ അറുത്തു കളഞ്ഞതും ചൊവ്വാഴ്ചയാണ്. അള്ളാഹുവിന്റെ ഹബീബ് രക്തത്തിന്റെ ദിവസമാണ് ചൊവ്വ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ചൊവ്വാഴ്ചയിൽ ഹിജാമ റസൂലുള്ളാഹി തടഞ്ഞിട്ടുണ്ട്. നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഹിജാമത്തി യൗമ സലാസ, ചൊവ്വാഴ്ച ദിവസം ഹിജാമ നടത്തുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചു. അശദ്ദൻ നഹി, ശക്തമായ നിരോധനം നടത്തി. മാത്രമല്ല ഈ ചൊവ്വാഴ്ച ദിവസം രക്തം പൊടിഞ്ഞാൽ നിൽക്കാൻ സാധ്യതയില്ലാത്തൊരു സമയം പാസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തിൽ രക്തം പൊടിഞ്ഞു കഴിഞ്ഞാൽ ആ രക്തം നിലയ്ക്കൂല, അങ്ങനത്തെ ഒരു നേരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ അത് ഹദീസിൽ തന്നെ കാണാം, വഖാല ഫീഹി സഅത്തുൻ ലാ യുർഖൗ ഫീഹ ദമു, രക്തം നിലയ്ക്കാത്തൊരു നേരം ചൊവ്വാഴ്ച ഉണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരുന്നില്ല, ചൊവ്വാ ദോഷം പിന്നെയുണ്ട്, ചൊവ്വയുടെ ദോഷങ്ങൾ പിന്നെയുണ്ട്. വഫീഹി നസല ഇബ്ലീസുൽ അർള, ഭൂമിയിൽ ഇബ്ലീസ് ഇറങ്ങിയത് ചൊവ്വാഴ്ചയാണ്. മാത്രവുമല്ല വഫീഹി ഖുലിഖത്ത് ജഹന്നം, ചൊവ്വാഴ്ചയാണ് അല്ലാഹു നരകത്തെ പടച്ചത്. വഫീഹി സല്ലത്തല്ലാഹു മലക്കൽ മൗതി അലാ അർവാഹി ബനി ആദം, ഇസ്രായേൽ ആദ്യമായി റൂഹ് പിടിക്കുന്നത് ചൊവ്വാഴ്ചയാണ്. വഫീഹി ബത്തല അയ്യൂബ അലൈഹിസ്സലാം, അയ്യൂബ് നബിക്ക് രോഗം വന്നത് ചൊവ്വാഴ്ചയാണ്. മഹാനവറുകൾ അല്ലാഹു ആ രോഗം കൊണ്ട് പരീക്ഷിച്ചത്
ചൊവ്വാഴ്ചയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തീരുന്നില്ല അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ചൊവ്വാഴ്ചയല്ല ബുധനാഴ്ചയാണ് അയ്യൂബ് നബിക്ക് രോഗം വന്നതും എന്ന് ഒരു അഭിപ്രായവുമുണ്ട്. ഏതായാലും ഈ പറയപ്പെട്ട പോലെ ബുധനാഴ്ച ദിവസങ്ങളിലും ചെറുതായിട്ടൊക്കെ ചില കാര്യങ്ങളിൽ രഹസ്യ കാണപ്പെടുന്നുണ്ട്. അപ്പൊ സഹാബി ശനി ചോദിച്ചു, ഞായർ ചോദിച്ചു, തിങ്കൾ ചോദിച്ചു, ഇനി ചൊവ്വാഴ്ചയെ കുറിച്ച് ശനി ചോദിച്ചു, ഞായർ ചോദിച്ചു, തിങ്കൾ ചോദിച്ചു, ചൊവ്വ ചോദിച്ചു, ഇനി ബുധനാഴ്ചയെ കുറിച്ച് ചോദിക്കാണ്. വസുഇലാൻ യൗമുൽ അർബിഅ, നബിയെ ബുധനാഴ്ചയുടെ പ്രത്യേകത എന്താ? അവിടുന്ന് പറഞ്ഞു, യൗമു നഹ്സിൻ, ബുധനും നഹ്സിന്റെ ദിവസമാണ്. ഗറഖ ഫീഹി ഫിർഔന വഖൗമഹു, ഫിർഔനെ കൊന്നുകളഞ്ഞ ദിവസമാണ്. അതുപോലെ തന്നെ അയാളുടെ ജനതയെയും അള്ളാഹു കൊന്നുകളഞ്ഞ ദിവസമാണ്. ആദിനെയും സമൂദിനെയും അതുപോലെ തന്നെ സ്വാലിഹ് നബിയുടെ കൗമിനെയും. ഇവിടെയൊക്കെ ഇസ്ലാമിക പ്രതിപക്ഷത്ത് നിൽക്കുന്നവരുടെ മരണമാണ് ഉണ്ടായിട്ടുള്ളത്. അവരെ അങ്ങനത്തെ ദിവസങ്ങളിൽ അള്ളാഹു കൊല്ലാൻ വേണ്ടി മാറ്റിവെച്ചു, അവരെ അള്ളാഹു തആല നശിപ്പിക്കാൻ വേണ്ടി മാറ്റിവെച്ചു. അപ്പൊ ബുധനാഴ്ചയിലും നഹ്സുണ്ട്. മാത്രവുമല്ല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെയും പറഞ്ഞു, ആഖിറു അർബിഅ ഫി ശഹരി അശ്ശാം വജാഅ യൗമുൽ അർബിഅ ഇലാ അഖദ വലാ അതാഅ. ഈ ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ഒരു മാസത്തിന്റെ അവസാനത്തിലെ ബുധനാഴ്ചയാണെങ്കിൽ അതില് സന്തോഷകരമായ കാര്യങ്ങൾ കുറവായിരിക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമല്ല ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ബുധനാഴ്ച നഖം മുറിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. കാരണം ബുധനാഴ്ച നഖം മുറിക്കുന്നത് ഇമാം ഇസ്മാഇൽ അൽ ഹഖിൽ ബറൂസി രേഖപ്പെടുത്തുന്നു, വഇന്നഹു യൂരിസുൽ ബറുസ, ബുധനാഴ്ച നഖം മുറിച്ചാൽ വെള്ളപ്പാണ്ടുണ്ടാവാൻ സാധ്യതയുണ്ടത്രേ എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ഉസ്താദിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, മൂപ്പര് ഈ ആവശ്യമില്ലാത്തൊക്കെ പൊട്ടത്തരങ്ങൾ പറയുന്നു എന്ന് പറയണ്ട. ഞാൻ കൃത്യമായ കിതാബിന്റെ ഇബാറത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാന്മാർ എഴുതി വെച്ചത് ഞാൻ അങ്ങ് നോക്കി വായിച്ചു തരുന്നുള്ളൂ. എന്റെ വക ഒന്നും ഇതിൻ്റെ അകത്ത് കൂട്ടിയിട്ടില്ല. ഇതാർക്കും ഈ കിതാബുകൾ എടുത്ത് പരിശോധിക്കാവുന്നതാണ്. കൃത്യമായ രേഖയോടുകൂടെ തന്നെയാണ് പറയുന്നത്. ഇങ്ങനൊരു അറിവ് അറിയുമ്പോൾ അത് എന്നെ കേൾക്കുന്നവരിൽ എത്തിക്കണം എന്ന് ആഗ്രഹിച്ചു. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ, അമൽ ചെയ്യാനുള്ള ഭാഗ്യം നൽകട്ടെ. മാത്രവുമല്ല മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീണ്ടും പറഞ്ഞു, ഈ ബുധനാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അതില് ഇസ്തിഹ്മാം എന്ന് പറഞ്ഞാൽ ഒരു കുളി തുടങ്ങാൻ പറ്റിയ, ഇപ്പൊ ഉദാഹരണം പെണ്ണുങ്ങൾ 40 കുളിക്കാൻ തിരഞ്ഞെടുക്കുന്ന ദിവസമൊക്കെ ഒരു പക്ഷേ ഒരു കുളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അങ്ങനെയുള്ള ഒരു കുളിയുമായി ബന്ധപ്പെട്ട് അതിൽ കുട്ടികളുടെ സുന്നത്ത് കഴിഞ്ഞിട്ട് കുളിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന ദിവസം അത് ബുധനാഴ്ച ആവുന്നതുകൊണ്ട് തരക്കേടില്ല എന്നൊക്കെ ഹദീസിലുള്ളതാണ്. മാത്രവുമല്ല ബുധനാഴ്ച അസ്ർ കഴിഞ്ഞാൽ മഗ്രിബിനോട് അടുക്കുന്ന നേരത്ത് ദുആക്ക് ഇജാബത്തുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബുധൻ അസ്ർ കഴിഞ്ഞാൽ മഗ്രിബിനോട് അടുക്കുന്ന നേരത്ത് ബുധനാഴ്ച ദുആക്ക് ഇജാബത്തുണ്ട്. മാത്രവുമല്ല മാമിൻ ഷൈഇൻ ബുദിഅ യൗമൽ അർബിഅ ഇല്ലാ വഖദ് തമ്മ, ബുധനാഴ്ച സമാരംഭം കുറിക്കുന്ന അറിവ് നേടാൻ പോവുക, കച്ചവടത്തിന് പോവുക എന്ന് നാം ചിന്തിക്കുന്ന ഈ നിരന്തരം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ അറിവ്, കച്ചവടം, അങ്ങനെ എല്ലാ ദിവസവും ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കപ്പെടുന്ന അത്തരം കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ബുധനാഴ്ച നല്ല ദിവസമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇപ്പോ ബുധനാഴ്ചയെ കുറിച്ച് പറഞ്ഞു. ഇനി വ്യാഴാഴ്ചയെ കുറിച്ച് മഹാന്മാരായ സ്വഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖാല യൗമു ഖളാഇൽ ഹവായിജ്, വ്യാഴം എന്ന് പറഞ്ഞ ഒരു ആവശ്യം നടക്കാനുള്ള ദിവസമാണ്. സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു ഒരു ആവശ്യം നടക്കാനുണ്ടെങ്കിൽ വ്യാഴാഴ്ച രാവിലെ പോകും. പ്രത്യേകിച്ച് ഒരു ഓഫീസിൽ ഒരു പേപ്പർ ശരിയാക്കാൻ പോവാനാണെങ്കിൽ, ഒരു സർക്കാർ കാര്യം നടപ്പാക്കാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ അത് വ്യാഴം പോകലാണ് നല്ലത്. കാരണം എന്താണെന്നറിയോ, അത് വ്യാഴം ആവശ്യ നിർവഹണത്തിന്റെ ദിവസമാണെന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലിഅന്ന ഫീഹി ദഖല ഇബ്രാഹിം അലൈഹിസ്സലാം അലാ മലിക് മിസ്ര, ഈജിപ്തിലെ രാജാവിന്റെ മുന്നിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെന്നുപെടുകയും മഹാനവറുകളെ ആ രാജാവ് ആദരിക്കുകയും അവിടുത്തെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുകയും ആ രാജാവ് ഇഷ്ടത്തോടുകൂടെ സമ്മാനമായി ഹാജർ റളിയല്ലാഹു അൻഹയെ നൽകിയതും മഹാനവറുകൾക്ക്
ആവശ്യമായ സ്വാതന്ത്ര്യം ആ നാട്ടിൽ ഈജിപ്തിൽ നൽകിയതും ഒക്കെ വ്യാഴാഴ്ച ദിവസമാണ്. അതുകൊണ്ട് അധികാരികളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ പോകേണ്ട ദിവസം എന്ന നിലക്ക് ഒരു ദിവസത്തെ അന്വേഷിക്കുന്നുവെങ്കിൽ അത് വ്യാഴമാവണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചോദിച്ചു, നബിയെ വെള്ളിയാഴ്ച ദിവസമോ? റസൂലുള്ളാഹി പറഞ്ഞു, യൗമു നിക്കാഹിം വ ഖിത്ബാ, ഒരു കല്യാണ ആലോചനയ്ക്ക് വേണ്ടിയിട്ട് പോവാൻ, ഒരു പെണ്ണ് കാണാൻ പോവാൻ, ഒരു ആലോചന തുടങ്ങാൻ, ഒരു നിശ്ചയം വെക്കാൻ, അതുപോലെ തന്നെ നിക്കാഹ് വെക്കാൻ, അതിനൊക്കെ വെള്ളിയാഴ്ചയാണ് ഏറ്റവും നല്ലത്, ബർക്കത്ത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നക്കഹ ഫിഹി ആദമു ഹവ്വ, ആദം അലൈഹിസ്സലാം ഹവ്വ റളിയല്ലാഹു അൻഹ നിക്കാഹ് വെച്ചത് വെള്ളിയാഴ്ചയാണ്. വയൂസുഫ് സുലൈഖ വമൂസ ബിൻത ശുഐബ് വസുലൈമാൻ ബൽഖീസ് വസഹ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം നക്കഹ ഫിഹി ഖദീജ വആയിഷ റളിയല്ലാഹു അൻഹും. അപ്പോ മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ചയെ നിക്കാഹിന്റെ ആലോചനാ കർമ്മങ്ങൾക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഒന്ന് ആ വീട് വരെ ഒന്ന് പോകണം, ചെക്കന്റെ വീട്ടുകാരെ ഒന്ന് കാണണം. അതിന് വ്യാഴാഴ്ച, അതിന് തെരഞ്ഞെടുത്ത ദിവസം ഏതാ? വെള്ളിയാഴ്ച തന്നെ. വെള്ളിയാഴ്ച തന്നെ ആ നിക്കാഹുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിനും വെള്ളിയാഴ്ച. കല്യാണം വിളി തുടങ്ങണം, വെള്ളിയാഴ്ച തുടങ്ങാം. നമ്മുടെ നാട്ടിൽ അങ്ങനെ സ്വഭാവമുണ്ട്, വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അവർ തുടങ്ങലുണ്ട്, കല്യാണം വിളി തുടങ്ങാം അല്ലെ, അല്ലെങ്കിൽ പള്ളി പോണ വഴിക്ക് തുടങ്ങാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ വെള്ളിയാഴ്ചയെ നിക്കാഹുമായി ബന്ധപ്പെടുത്തുക എന്നത് അമ്പിയാക്കളുടെ പാരമ്പര്യമാണ്, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ സൂറത്ത് ഫുസ്സിലത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാൻ എന്ന അദ്ദേഹത്തിന്റെ വിശ്വപ്രശസ്തമായ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായി കാണാം. ഇനി കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ ഖലമ അദ്ഫാറഹു യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ഒരാൾ നഖം മുറിക്കുക എന്നത് പതിവാക്കിയാൽ, നഖം മുറിക്കുന്നത് വെള്ളിയാഴ്ചയാണെങ്കിൽ അല്ലാഹു തആല വെള്ളിയാഴ്ച നഖം മുറിച്ചു എന്ന ഐശ്വര്യത്തെ പരിഗണിച്ചുകൊണ്ട് അഖ്റജല്ലാഹു മിൻഹു ദാഅ വഅദ്ഖല ഫീഹി ശിഫാ, അവനിലുള്ള രോഗങ്ങളെ അല്ലാഹു പുറത്തു കളയുകയും അവനിലേക്ക് അല്ലാഹു പ്രതിരോധ ശക്തി നൽകുകയും ചെയ്യുമെന്ന് സയ്യിദുനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ വെള്ളിയാഴ്ച നഖം മുറിക്കുക എന്ന കർമ്മം വെള്ളിയാഴ്ച തന്നെ പരമാവധി നടത്താം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായ ഒരു കാര്യം ഇവിടെ പറയാം. ഹിജാമ വെക്കാൻ ചൊവ്വാഴ്ച പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അപ്പൊ ഹിജാമ വെക്കൽ സുന്നത്തുള്ള ദിവസങ്ങൾ ഒരു മാസത്തിന്റെ 17, അതുപോലെ തന്നെ 19, 21, എല്ലാ അറബി മാസം 17, 19, 21 ഈ 3 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഹിജാമ ചെയ്യൽ സുന്നത്താണ്. അപ്പൊ അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അബൂദാവൂദ് ഇമാമിന്റെ സുനനിൽ ആ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ ചുരുക്കി പറയാം. അപ്പൊ 17 എല്ലാ അറബി മാസം 17, 19, 21 ഹിജാമ വെക്ക എന്ന് പറയുന്ന ചികിത്സക്ക് വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കാൻ പറ്റിയ സുന്നത്തായ ദിവസമാണ്. അപ്പൊ ഒരാള് 17 തെരഞ്ഞെടുത്തപ്പോ അത് ചൊവ്വാഴ്ചയാണ്, എന്ത് ചെയ്യും? ഇതിലേതെങ്കിലും ഒരു ദിവസം തെരഞ്ഞെടുത്ത് അയാൾക്ക് സൗകര്യപ്പെടുന്ന അന്ന് ചൊവ്വാഴ്ചയും കൂടി ആയിപ്പോയി. ചൊവ്വാഴ്ച ഹിജാമ ചെയ്യാൻ പാടില്ല എന്ന് ഹദീസിലുണ്ട്, ചൊവ്വാഴ്ച ഹിജാമ ചെയ്യാൻ പാടില്ല എന്നുണ്ട്. അതുപോലെ തന്നെ സുന്നത്തായ 3 ദിവസങ്ങൾ ഉണ്ടെന്നും പറഞ്ഞു. അപ്പൊ സുന്നത്തായ ദിവസം ഡേറ്റ് എടുത്തപ്പോ ഡേ ചൊവ്വയായി, തീയതി 17 എടുത്തപ്പോ ദിവസം ചൊവ്വയായി. അതിന് കുഴപ്പമുണ്ടോ? അതിന് കുഴപ്പമില്ല. മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബറയിലും മറ്റുമൊക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് മിഷ്കാത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥമായ മിർഖാത്തുൽ മഫാത്തിഹിൽ മഹാന്മാർ ഉദ്ധരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരം സന്ദർഭങ്ങളിൽ ഈ സുന്നത്തിനെ പരിഗണിക്കുന്നു, ചൊവ്വാഴ്ചയോ നോക്കേണ്ടതില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. മൻ ഇഹ്തജമ യൗമ സലാസ ലിസബഅ മിന ശഹരി കാന ദവാഅൻ ലിദാഇ സന. റസൂലുള്ളാഹി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു കൊല്ലത്തെ ശിഫ പോലും അങ്ങനെ വന്നാൽ കിട്ടാൻ സാധ്യതയുണ്ടെന്ന്, അല്ലാതെ അത് പ്രശ്നമാവൂല. നമ്മൾ തെരഞ്ഞെടുത്ത മാസത്തിലെ 17 എന്ന് പറയുന്ന ദിവസം അത് ചൊവ്വാഴ്ചയായതിന്റെ പേരിൽ വിഷമിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, അതിൽ പ്രശ്നമില്ല എന്നതാണ്. അവിടെ മാസത്തിലെ ആ 3 ദിവസം എന്ന പരിഗണനയാണ് കൊടുക്കേണ്ടത്, ചൊവ്വാഴ്ച എന്ന പരിഗണന കൊടുക്കേണ്ടതില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഇമാം ബൈഹഖി അവിടുത്തെ സുനനുൽ കുബ്രയിലും ശുഅബുൽ ഈമാനിലും മറ്റുമൊക്കെ അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം പറയാം. നമ്മൾ ഒരു പെണ്ണ് പ്രസവിച്ച് കുട്ടിയുടെ 7 മുടി കളയണമല്ലോ, 7 മുടി കളയണം. 7 മുടി കളയുമ്പോ
അത് ചൊവ്വാഴ്ചയാണെങ്കിലോ കുഴപ്പമില്ല. കാരണം എന്താ, ആ ചൊവ്വാഴ്ച എന്നത് കരുതി കൂട്ടി ഏഴായതല്ല, അത് യാദൃച്ഛികമായി വന്നതാണ്. അത്തരം സന്ദർഭങ്ങൾ ഒഴിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ മതപരമായ ചില പഠനങ്ങൾ ഉണ്ട് എന്ന ഒരു ബോധമുണ്ടാവട്ടെ. അതോടൊപ്പം മുഹറം 12 എന്ന് പറയുന്ന ദിവസം ഒരു നെഹസിന്റെ ദിവസമാണ് എന്നത്, മുഹറം 10ന്റെ മഹത്വം കേട്ടപ്പോ ഈ 12 ഒരു നെഹസിന്റെ ദിവസമാണെന്നതുകൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.